ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ ചീത്ത വിളിക്കുന്നവരെ എത്തി കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അപ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്നതാണോ കോൺഗ്രസിൻ്റെ ധാരണ? ഇത് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ബീഹാർ പ്രതിഷേധ ജ്വാലകളിൽ കത്തുകയാണ് എന്ന് പറയാം. ഞാൻ കണ്ട ദൃശ്യങ്ങൾ വെച്ചിട്ട് തെരുവുകളിൽ മുഴുവൻ ബീഹാറിൽ ആ സംസ്ഥാനം ഒട്ടാകെ BJP പ്രവർത്തകർ തെരുവിലാണ്. വല്ലാത്ത അവസ്ഥയാണ് അവിടെ. ദർഭംഗയിൽ നിന്ന് മുസഫർപൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദർഭംഗയിൽ വെച്ച് ഈ രാഹുൽ ഗാന്ധിയുടെ റാലി ഉണ്ടല്ലോ, ഈ വോട്ട് തണ്ടൽ യാത്ര, അതിൻ്റെ സ്റ്റേജിൽ നിന്ന് മൈക്കിൽ കൂടി ഒരു കൂട്ടം ആളുകൾ മോദിയുടെ അമ്മയെപ്പറ്റി ചീത്ത അശ്ലീലം മൈക്ക് കൂടി വിളിച്ചു പറഞ്ഞു. അവരൊരു വിശുദ്ധ ജീവിതം നയിച്ച ആളാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. അദ്ദേഹം തന്നെ വല്ലപ്പോഴും ഒക്കെ പോയി കാണുന്ന ആളായിരുന്നു അമ്മ. അവർ മരിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രിയായിട്ട് മോദി പോയിട്ട് അന്ന് തന്നെ അടക്കി. എത്രയോ പേര് അന്വേഷിച്ച് ചെല്ലേണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ആലോചിച്ചിട്ട് അന്ന് തന്നെ അവർ അടക്കമൊക്കെ നടത്തി അദ്ദേഹം തിരിച്ച് ജോലിയിലേക്കും പോവുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കടമകൾ മാറ്റിവെച്ചില്ല. അങ്ങനെ ഉള്ള ഒരു മാതാവിനെ പറ്റി വെറുതെ അശ്ലീലം വിളിച്ച് പറയുകയാണ്. ഇത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, ഇപ്പോൾ വൈറലാണ്. ഈ വിളിച്ചു പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന തെറി. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. മോദി അങ്ങയുടെ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ വല്ലാത്ത പ്രതിഷേധമാണ്. ഇത് സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർ കൊടിയുമായി ഒരുപാട് തിരക്കുള്ള വേദിയുടെ മുമ്പിൽ വന്നിട്ട് പുറകിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം, പ്രിയങ്കയുടെ ചിത്രം, തേജസ്വി യാദവിൻ്റെ ചിത്രമൊക്കെ സ്റ്റേജിൽ കാണാം. അത് പശ്ചാത്തലത്തിൽ അതിൻ്റെ മുമ്പിലിരുന്ന് കോൺഗ്രസ് പ്രവർത്തകർ മൈക്കിൽ കൂടി, കോൺഗ്രസ് പ്രവർത്തകരും RJD രാഷ്ട്രീയ ജനതാദൾ, തേജസ്വി യാദവ് ആളുകളാണല്ലോ കൂടുതൽ അവിടെയൊക്കെ. ഈ റാലിക്ക് കൂടുതൽ കോൺഗ്രസ്സുകാരൊന്നും ഇല്ലല്ലോ അവിടെ. മുസ്ലിങ്ങളുടെ അത്യാവശ്യം വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ കൂടിയാണ് ഈ യാത്ര. അപ്പോൾ മൈക്രോഫോണിൽ ഭയങ്കരമായി അശ്ലീലം വിളിക്കുകയാണ്. ആരും എതിർക്കുന്നുമില്ല. ഇത് മുഹമ്മദ് നൗഷാദ് എന്ന് പറഞ്ഞ് MLA സീറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ സംഘാടകനായിരുന്നത്. ഈ ദർഭംഗയിലെ ഈ റാലിയുടെ സംഘാടകനായിരുന്നത്. അയാൾ പ്രാദേശിക നേതാവാണ്, ടിക്കറ്റ് മോഹിയാണ്. അപ്പോൾ അയാളിത് വലിയ പ്രശ്നമായി കഴിഞ്ഞിട്ട് അയാളെ മാധ്യമപ്രവർത്തകർ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് ഈ തെരുവിളിക്ക് 15-20 മിനിറ്റ് മുമ്പേ മുസഫറിലെ റാലിക്ക്, അടുത്ത സ്ഥലത്തെ റാലിക്ക് ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങേര് കൈ കഴുകുകയാണ്. എന്തായാലും ഈ പ്രവർത്തകരെയൊക്കെ കൊണ്ടുവന്നത് ഈ മുഹമ്മദ് നൗഷാദും കൂടി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പം അയാൾക്ക് അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അയാൾ പറഞ്ഞിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് അയാൾ 2 തവണ മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. 20 കൊല്ലമായി ഈ പ്രവർത്തകനാണ്, ഞാൻ മാപ്പ് പറയുന്നു എന്ന് മുഹമ്മദ് നൗഷാദ് പറയുന്നുണ്ട്. സംഘാടകനായതുകൊണ്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് കാര്യത്തിൽ മാപ്പ് പറഞ്ഞാലും എന്താണ് അതിൻ്റെ അർത്ഥം? കുറ്റസമ്മതമാണ്, സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അംഗീകരിക്കുകയാണ്. അപ്പം മാപ്പ് നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത ഘട്ടമാണല്ലോ അതിലേക്ക് പോകുന്നത്. ഈ മാപ്പ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഈ കൊല്ലാവസാനം നടക്കണം ബീഹാറിൽ. അതുകൊണ്ടാണല്ലോ ഈ റാലി നടക്കുന്നത്. അപ്പോൾ ഈ ദർഭംഗയിൽ നിന്ന് പ്രിയങ്ക, തേജസ്വി, രാഹുൽ ഗാന്ധി മുസഫർപൂരിലേക്ക് അങ്ങോട്ട് ബൈക്കിൽ യാത്രയാവുകയാണ് ചെയ്തത് ദർഭംഗയിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ BJP ഒരു പരാതി കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ദർഭംഗയിൽ ഇങ്ങനെ സ്പർദ്ധ വളർത്തുന്ന പരിപാടിയാണ്
രാഹുൽ മാപ്പ് പറയണം എന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഈ ഭാഷ ഞങ്ങളുടേതല്ല, ഞങ്ങൾ സമ്മതിക്കുന്നുമില്ല എന്ന് ഈ മുഹമ്മദ് ഇവരുടെ നേതാവ് റഷീദ് ആൽവി എന്ന് പറഞ്ഞൊരു നേതാവുണ്ടല്ലോ കോൺഗ്രസിൻ്റെ, റഷീദ് ആൽവി പറഞ്ഞിട്ടുണ്ട് ഈ ഭാഷ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. BJP പറഞ്ഞിട്ടുണ്ട് ഇത് സഹിക്കാൻ കഴിയാത്ത ഭാഷയാണിത്, ഇത് വകവെച്ചു കൊടുക്കുന്നില്ല, പ്രശ്നമില്ല. BJPയുടെ വക്താവ് നീരജ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഇതിന് ബീഹാർ മാപ്പ് നൽകുകയില്ല. അതാണ് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ കാണുന്നത്. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് മോദി. അദ്ദേഹം OBC വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല കോൺഗ്രസിന്. അസൂയ കൊണ്ട് തീ കത്തി നിങ്ങൾ അതിൽ വെന്ത് വെണ്ണീറാവും എന്നും ഈ വക്താവ് പറഞ്ഞു. ബീഹാറിൽ നിന്ന് തന്നെയുള്ള BJP നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു വലിയ നാണക്കേടാണിത്, അപമാനിക്കലാണ്, ഇൻസൾട്ടാണ്. ഇന്ത്യൻ സംസ്കാരം, മൂല്യങ്ങൾ, അതിനെതിരായ പദപ്രയോഗങ്ങളാണ് നടന്നിരിക്കുന്നത്. അമ്മയ്ക്കെതിരെ, മോദിയുടെ അമ്മയ്ക്കെതിരെ പ്രയോഗിച്ച ഭാഷ നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. അമ്മയാണ് മോദിയിൽ ദേശാഭിമാന മൂല്യങ്ങൾ വളർത്തിയത്. അതുകൊണ്ട് അവരാണ് മോദിയെ നയിച്ചത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എത്തിപ്പെടുന്നതും 16 വയസ്സിലുമൊക്കെ RSSൽ അല്ലേ ഒരു സ്വയം സേവകനാവുന്നതുമൊക്കെ അമ്മയുടെ ശിക്ഷണത്തിലാണ്. അവരെയാണ് ഈ ചീത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച ദർഭംഗ, മുസഫർപൂർ, സീതാമാറി ഈ സ്ഥലങ്ങളിലായിരുന്നു റാലി ഇയാളുടേത്. അപ്പോൾ ഇത് കോൺഗ്രസ് ആദ്യമായിട്ടല്ല ഈ മോദിയെ ഈ ചീത്ത വിളിക്കുന്നത്. പലപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിന് മാതൃക ആയിട്ടുള്ളത്. ഈ ചീത്ത വിളിക്കും, തെറി വിളിക്കും. 2007 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മരണവ്യാപാരി ഇല്ലേ, മരണത്തിൻ്റെ വ്യാപാരി എന്ന് മോദിയെ വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. 2002 ആ ഗോദ്ര സംഭവത്തിനൊക്കെ ശേഷമാണ്. ഗോദ്ര സംഭവം നമുക്കറിയാമല്ലോ, കോൺഗ്രസ്സുകാര് കർസേവകരെ കത്തിച്ചതാണ്, ട്രെയിൻ കത്തിച്ചതാണ്, കർസേവകർ കയറിയ ട്രെയിൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മരണത്തിൻ്റെ വ്യാപാരി എന്ന് മോദിയെ രാഹുൽ ഗാന്ധി വിളിക്കുന്നത്. 2001 പാർലമെന്റ് ആക്രമണം നടത്തിയില്ലേ, ആ അക്രമികളെ കോൺഗ്രസ് തുണച്ചു എന്ന് അതിനു മുമ്പ് മോദി ആരോപിച്ചിരുന്നു. അതാണ് രാഹുൽ ഗാന്ധിക്ക് പ്രകോപനായത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആകെ 183 സീറ്റിൽ ഗുജറാത്തിൽ 117 സീറ്റ് BJPക്ക് കിട്ടി. കോൺഗ്രസിന് 59 സീറ്റേ കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഫലം. 2014 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ചായ് വാല എന്ന് മോദിയെ വിളിച്ചു. എപ്പോഴും അദ്ദേഹം ചായ വിറ്റിരുന്ന കാര്യം പറയാറുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും പറയാറുണ്ട്. മണിശങ്കർ അയ്യരാണ് അന്ന് ചായ് വാല എന്ന് ആക്ഷേപിച്ചത്. തീവണ്ടിയിൽ മണിശങ്കർ അയ്യർ പറഞ്ഞത് ഇതാണ്: തീവണ്ടിയിൽ ചായ വിൽക്കുന്നവർക്ക് റെയിൽവേയെ പറ്റി മന്ത്രിയേക്കാൾ കൂടുതൽ അറിയാം. മോദി ഒരു കാലത്തും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല. വേണമെങ്കിൽ നമുക്കൊക്കെ ഇവിടെ ഒന്ന് ചായ വിറ്റോട്ടെ എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത് 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ്. എന്നിട്ട് എന്തു പറ്റി? തെരഞ്ഞെടുപ്പ് നടന്നു, മോദി പ്രധാനമന്ത്രിയായി. 2017 മണിശങ്കർ അയ്യർ തന്നെ പറഞ്ഞു, നീചൻ എന്ന് വിളിച്ചു മോദിയെ. നിജ് കി സ്മാഗ ആജ് ബി എന്ന് പറഞ്ഞു. മോദി അംബേദ്കറെ കോൺഗ്രസ് ഒതുക്കി എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു മോദി. അത് ഇഷ്ടപ്പെടാതെയാണ് മണിശങ്കർ അയ്യർ നീചൻ മോദിയെ വിളിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചൗക്കിദാർ ചോർ ഹെ എന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചു, കാവൽക്കാരൻ കള്ളനാണ് എന്ന്. അപ്പൊ BJP എന്ത് ചെയ്തു? മേം ബി ചൗക്കിദാർ, ഞാനും ചൗക്കിദാർ എന്ന് പറഞ്ഞ പ്രചാരണം. എല്ലാവരും അവരുടെ പ്രൊഫൈല് ചൗക്കിദാർ എന്ന് പറഞ്ഞു.
2019 പ്രിയങ്ക ദുര്യോധനൻ എന്ന് വിളിച്ചു മോദിയെ. 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാവണൻ എന്ന് വിളിച്ചു മോദിയെ. 2023 ഏപ്രിലിൽ ഗാർഗെ മോദിയെ വിഷപ്പാമ്പ് എന്ന് വിളിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ നേതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. താഴെ തട്ടിലുള്ളവർ അത് അനുകരിക്കുകയാണ്. പക്ഷെ വലിയ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂഡ് ഓഫ് ദി നേഷൻ പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ. വലിയ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യയെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഫലം. അത് കുറച്ചുകൂടി അല്ലേ സീറ്റുകൾ കൂട്ടാൻ ഈ കോൺഗ്രസിന്റെ ഈ അശ്ലീലം സഹായിക്കും. അതാണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.